വൈഫിന് ഒരു പൂ കൊടുക്കാൻ പോവാണ്. അതായത് നിങ്ങളിലേറെ ഞാനാണ് എന്താ കാര്യം എക്സ്പ്രഷൻ പറ്റി ഞാൻ പറഞ്ഞില്ലേ മഞ്ഞ ഇങ്ങനെ വുഗുന്നുണ്ടോ കുറച്ച് കണ്ണൊത്തിക്കൊണ്ടാ നിക്കണേ. ഞാൻ പറയുമ്പോ തിരിഞ്ഞാ മതിട്ടോ. ഹലോ വൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞാൽ നമ്മളെ വൈഫിന് ഒരു പൂ കൊടുക്കാൻ പോവാണ്. അതായത് ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ആ പൂ കൊടുക്കുന്നത് ഇവിടെ ഇപ്പോൾ മഞ്ഞ് പെയ്തിരിക്കണം. അപ്പോൾ ഒരു അടിപൊളി ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയാണ് പൂ കൊടുക്കാനാണ് ഞാൻ കെട്ടിക്കണത്. ഓൾറെഡി ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ട് ജർമ്മനിയിൽ. അപ്പോൾ ഓരോടത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓളെ കൊണ്ടുപോകണത്. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങും വൈകുന്നേരം. എന്നിട്ട് ഓളോട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ പറഞ്ഞേക്കാണ്. എന്നിട്ട് അവിടുന്ന് ഈ മലയാളി ഫാമിലിൻ്റെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞതാണ് ഓളെ കൊണ്ടുപോകണത്. അപ്പോൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ കരുതില്ല, കണ്ണൊക്കെ പൊത്തിക്കൊണ്ടുപോയാണ്ട് ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ ഒരു അടിപൊളി ലൊക്കേഷൻ, അതിലൊരു പൂ കൊടുക്കുക, അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പിന്നെ ഓള് കുറച്ച് ഇൻട്രോവേർട്ടാണ്. അപ്പോൾ വലിയ എക്സ്പ്രഷനും കാര്യങ്ങളും ഇടുമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ഏതായാലും നോക്കാം, നമുക്ക് ഏതായാലും കൊടുത്തു നോക്കാം. വലിയ എക്സ്പ്രഷൻ ഇട്ട് ഇതാക്കുമെന്ന് എനിക്ക് തോന്നണമെന്നില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളിലേറെ ഞാനാണ് എന്താ കാര്യമുള്ള എക്സ്പ്രഷൻ എന്ന് അറിയാൻ കാത്തിക്കണത്. ഏതായാലും നമുക്ക് കൊടുത്തു നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ പണിസ്ഥലത്ത് നിന്ന് ഇറങ്ങിയിരിക്കണം. പുറത്ത് നല്ല മഞ്ഞുണ്ട്. നമ്മൾ പൂവ് അടിച്ചാൻ പോകണം. പൂവ് പിന്നെ നമ്മൾ പൊളിക്കും. മഞ്ഞിനൊന്നും ഒരു കമ്മിയില്ല കേട്ടോ. മഞ്ഞ് നല്ല മഞ്ഞുണ്ട്. നമുക്ക് ഇവിടെ നിന്നൊരു ബസ് കയറി പോവാണ്ട് എന്നിട്ടാണ് ആ ലൊക്കേഷൻ എത്തുള്ളൂ. അതായത് ഒരു നീണ്ട സ്ഥലം, ഒരു നീണ്ട സ്ഥലം മൊത്തം, ഒരു മൊട്ടക്കൊന്നും മൊത്തം മഞ്ഞ് ചാടി കിടക്കുക. അവിടെ ഒരു ഇരിക്കാൻ മാത്രം ഒരു സ്റ്റൂള്. നല്ല രസമാണ്. നമുക്ക് ഏതായാലും പോയേക്കാം. എന്താ അറിയോ, നമുക്ക് പൂ കൊടുക്കാൻ നല്ല മടിയുണ്ട്. എങ്ങനെ ഇപ്പൊ ഇത് കൊടുക്കാലോചിച്ച് നിൽക്കണം. എന്താ കാട്ടണേ, നല്ല മടിയുണ്ട് കൊടുക്കാന്. പക്ഷേ എന്തിനും മടിച്ചണില്ലേ, നമുക്ക് കൊടുത്തോക്കാം. ഗൈസ്, അങ്ങനെ നമ്മള് പൂവൊക്കെ വാങ്ങിക്കണേ. ഇതെന്തേലൊക്കെ നടക്കും അറിയില്ല. നിൽക്കാറും ഒക്കെ കൊള്ളാവും. ബസ് സ്റ്റാൻഡ് അവിടെയാണ്. അപ്പം നമുക്ക് ഈ പൂവ് ഈ ജാക്കറ്റിൻ്റെ ഉള്ളിൽ എടുത്തേക്കാം. അപ്പം നമ്മൾ ഓളോട് അവിടേക്ക് പോണീൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാണ്ടായിക്കോട്ടെ അവിടെ എടുക്കുക. നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിക്കണേ, നമ്മൾ കാത്തിക്കണേ, വിളിച്ചാ അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. ഇതാണ് ബസ്. 55 രൂപ. ഞങ്ങൾ ബസ്സിൽ കയറിട്ടോ. ബസ്സിൽ കയറിയിരിക്കണേ. പൈസ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. മൂപ്പര അങ്ങോട്ടില്ല ബസ്സാണ്. നമ്മൾ നൗഷാദാക്കാന്റെ പേരിക്ക് പോവാണ്. അവിടെ എത്തിയിട്ട് ഗൈസ് നമ്മുടെ തമ്പുരാട്ടി മാറ്റി ഒരുങ്ങി ഇരിക്കുന്നുണ്ട് വന്നിക്കണേ. അപ്പൊ നൗഷാദാക്കാന്റെ പേരിൽ എന്തെങ്കിലും തിന്നാണ്ടോന്നൊക്കെ ആദ്യം ചോദിച്ചു. തിന്നിട്ടാ വന്നതെന്ന്. പിന്നെന്താ നിങ്ങക്ക് പറയാനുള്ളത്? കണ്ടോലെ പേര് കയറി ചെല്ലാൻ ഒരു സുറമ്പുള്ളില്ല എനിക്ക്. ഓ അങ്ങനായി. എനിക്ക് മടിയുണ്ടോ? അങ്ങനെ കുടുംബക്കാരെ പേരിലൊക്കെ പോയി നന്നായി. കുടുംബത്തിലൊക്കെ നല്ല പരിചയം. പോയിട്ടില്ലേ, എന്റെ അമ്മ കൊണ്ടുപോകും. അപ്പൊ നമ്മളെ പൊണ്ടാട്ടിന്റെ കോസ്റ്റ്യൂം നല്ല രസമുണ്ട്. ഇത് നല്ല രസമുണ്ട് താനോ. ഓ കുന്താണ്. ഓ വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ ഹറാമാണ്. പാളി ബസ്സിന്ന് ഇറങ്ങി. ഈ സ്ഥലമൊക്കെ ഉണ്ട്.
നമ്മൾ ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട് നമ്മൾ നടക്കാണ്. എന്ത് നടക്കിച്ചൊന്നും ആക്റ്റീവ് ആവാസ് എന്ത് പിരാന്തന്മാരമാരി ഗൈസ് നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ലത് ഈ മോന്തായ്മക്കൾ എത്തുമ്പോ കാണാൻ ഒരു മേരി നല്ല ബാക്ക്ഗ്രൗണ്ട്. ഇനി നമുക്ക് മൂപ്പരാളെ പരി പോയോക്കാം, എന്നിട്ട് എന്തൊക്കെയാ അവസ്ഥ കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം. നമ്മളെ ജർമ്മനിയിലൊരു മലയാളി വീട്ടിൽ എന്താ എന്റെ അവസ്ഥ? അതല്ല എന്താ എന്റെ അവസ്ഥ? അവിടേക്ക് പോണതിനെ പറ്റി എന്താ പറയാല്ലേ? നമുക്കൊരു മലയാളി കുടുംബത്തെ കാണാൻ പോവാണ്. പിന്നെ എന്തൊക്കെയാ പറയാല്ലേ? എക്സൈറ്റ്മെന്റ് ഉണ്ടോ? നമുക്ക് കുറച്ച് കുട്ടികളെ നല്ല സംസാരിക്ക്. ഇവളെ വീഡിയോ എടുക്കാൻ തുടങ്ങിയ ഇവളൊരു പൊളിച്ചിത്തരാ. അതിന്റെ ആവശ്യമല്ല. ഞാൻ നിക്കണ അതേ ഉണ്ടല്ലേ ഇജ്. ഇല്ല ഇജ് വീഡിയോ എടുക്കാണ്ട് എനിക്കൊരു പൊളിച്ചു തരാം. അതുകൂടി ഇജ് എപ്പോഴും പറയണ മാതിരിയാണ് പറയാ. എനിക്ക് അവിടേക്ക് പോണതിനെ പറ്റി എന്താ എന്റെ മഞ്ഞ ഇങ്ങനെ വുഗുണ്ട് കേട്ടോ. കുറച്ച് ചെയ്യാണ്ട് ഇങ്ങനെ വീണ് തുടങ്ങുന്നുണ്ട്. ഇനി രാത്രി നല്ല മഞ്ഞ കഴിക്കാനും സ്ഥലങ്ങളൊക്കെ നോക്കിയാ ഗൈസ് ഇതൊരു കാട്ടിൽ പോണ റോഡാട്ടോ. ഇതാണ് ഇവിടുത്തെ സ്ഥലം. ചുറ്റും ഇതാട്ടോ ഇപ്പുറത്ത് ബിൽഡിങ് കാര്യങ്ങളുണ്ട്. വാ ഇതിൽ നടക്കാം. എന്ത് കാറൊക്കെ ഉണ്ട്. ഞങ്ങളും വാങ്ങും ലൈസൻസ് എടുക്കൂലേ? എടുത്തോ. നാട്ടിലില്ല എനിക്ക് ലൈസൻസ്. 2 ലേണിംഗ് ഉണ്ടല്ലേ? 2 ലേണിംഗ് ജയിച്ചിക്കണ് ഗായ്സ്. എന്തേ 2 വട്ടം ലേണിംഗ് ജയിച്ചിക്കാണ്. ഓളോട് അവിടുത്തെ മറ്റേ ലൈസൻസ് കൊടുക്കണ ആള് പറഞ്ഞു ഇജ്ജ് 2 വട്ടം ജയിച്ചാലേ ഞങ്ങക്ക് വെറുതെ തരാം. തരുന്നുണ്ട് എനിക്ക്. ഓരോ സാഹചര്യങ്ങളും സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റില്ല. അതെ ഞാൻ ജർമ്മനിയിൽ ലൈസൻസ് കൊടുക്കണം. നിങ്ങൾ കണ്ടോ? ഞാൻ ജർമ്മനിയിൽ ലൈസൻസ് മാണ്ടട്ടോ. ഇവിടെ ഒരട്ടം പോയാ ലക്ഷങ്ങളാണ് മാണ്ട. ഇജ്ജ് നാട്ടിൽ നിന്ന് എടുത്തിട്ട് എടുത്താ മതില്ലേ? ഇതെന്താ പൈസന്റെ ടാഗ് കളഞ്ഞിട്ടില്ല? അവിടെ ഇടല്ലേ കൈ പിടിച്ച അതൊക്കെ തടുത്ത് വിട്ടു പോന്നിക്കണേ. അതൊക്കെ ഓല് കണ്ടിക്കണേ ഉണ്ടല്ലോ സാനോ. അയ്യോലെ പെരി പോയാണ് മോശാട്ടോ. ഓല് എന്തോ വാലന്റൈൻസ് ഡേക്ക് നമ്മക്ക് എന്തോ ഗിഫ്റ്റ് ഒക്കെ എത്തിക്കണെന്ന് ഓല്. വേണ്ട ഗൈസ് നിങ്ങൾ കേക്കണം. അതായത് ഗിഫ്റ്റ് ആ ദിവസം തന്നെ കൊടുത്താലേ ഗിഫ്റ്റ് ആകുള്ളൂ കേട്ടോ. അതിന്റെ ഒരു 2 ദിവസം മുന്നേ കൊടുത്താൽ ഗിഫ്റ്റ് ആവൂല. പടച്ചോനെ ആ ജംഗിൾക്ക് ഇടും ഞാൻ. സെമിനാർ ഫുള്ളാക്കാതെ ഞാൻ വന്നു കഴിച്ചു. അപ്പൊ എന്റെ സർപ്രൈസ് പൊളിഞ്ഞു കഴിച്ചു. എന്റെ ആൾക്കാമത്തെ സർപ്രൈസ്. ഇവിടെ ഇങ്ങനെ ഇരുട്ടായി തുടങ്ങുന്നുണ്ട്, രാത്രി ആയി തുടങ്ങുന്നുണ്ട്. കുലുങ്ങണില്ലേ? ഒരു ചവിട്ടാണെ ഒട്ടിക്കോ. ഒരു ചവിട്ടോട്ടി അന്ന പാവ് പോവാ. നല്ല നല്ല ലുക്കിലാട്ടോ നമ്മളെ പൊണ്ടാട്ടി വരുന്നത്. കോസ്റ്റ്യൂം നല്ല രസമുണ്ടടി. അങ്ങനെ തന്നെ നടക്ക, അതിന് വ്യത്യാസമൊന്നുമില്ല. ഏതാ വണ്ടി? ഐസും കട്ട വെക്കണം വണ്ടിയിൽ. തണുപ്പത്താകുന്ന കുട്ടികൾ കളിച്ചാടോ. ഒരു മഞ്ഞിലാകെ ഭാഗ്യം ബ്ലിമ്മായില്ല. ചിത്താരം ഇജ് വന്ന പോവാ എന്റെ ബ്ലിമ്മ് ആയില്ലേ? ഇനി വാ പോവാ. സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസാട്ടോ ഈ മഞ്ഞ് പെയ്തോണ്ട്. അത് ഞാൻ കാട്ടി വാ.
നോക്കി കൊണ്ടെന്ന എൻ്റെ മുഖം എൻ്റെ നന്നായി ഗൈസ് അധികം അടുത്തേക്ക് തിരിച്ചണ്ട പുളിച്ചിത്തരാണ് പുളിച്ചിത്തരം കേറും ഇജി ഞാനായിട്ടാ നിക്കണേ അങ്ങനെ നിക്ക് ഉള്ളിന്ന് വരട്ടെ ഓളായിട്ട് നിക്കാണ് ഈ വീഡിയോ വെച്ചെടുക്കാൻ പറ്റുമോ ഗൈസ് വീഡിയോയില് ഞാനാണ് ക്രൂരൻ കുട്ടികൾക്ക് കളിച്ചാലൊക്കെ സ്ഥലം പെരന്റെ മുന്നില് ഏതല്ലേ സാനോ അത്രയും നടക്കാണ്ട് ആ റോഡിന്റെ അങ്ങോട്ട് വലത്തേക്ക് തിരിയണം നാളെ മൂപ്പരപ്പ് വന്നപ്പോ പറഞ്ഞ ഓർമ്മയുണ്ട്. ഇപ്പൊ ഗൈസ് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് മൂപ്പരെ പെരന്റെ അങ്ങോട്ട്. നല്ല ചൂട് വെയിലത്ത് നടക്കുമ്പോ നമ്മള് ഒന്ന് തണുത്തെങ്കിൽ വരും തണുപ്പൊക്കെ ചെറിയ ചൂടുണ്ടെങ്കിന്നൊരു മൈൻഡ്. മൂപ്പരെ പെരയിലെത്തിയ മാറൊക്കെ അവിടെ ഹീറ്ററൊക്കെ ഉണ്ടാവില്ലേ ഹീറ്റർ ഉണ്ടാവും എന്നാണ് പോള് പറയണത്. അപ്പൊ ഇച്ചറിയില്ലേ അത് ഇജ് പറഞ്ഞ തന്നെ അറിയാ ഹീറ്റർ ഉണ്ടല്ലോ ഒക്കെ അറിയാന്ന്. നല്ല സാധനം. എന്റെ മഞ്ഞിന്റെ പൂതിയൊക്കെ മാറിയോ? ഗ്ലൗസ് എടുക്കാൻ മറന്നു. എന്തായാലും ഇന്ന് മാറിക്കോളും ഈ തണുപ്പത്തിലേ. ഏത് എനിക്ക് വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യണില്ല. ഞാൻ ഓൾറെഡി ഗ്ലൗസ് എടുത്തു. ഒന്നും അധികം ഒന്നും ഫീൽ ചെയ്യണില്ല. ഓ അവിടെ ബസ് ഇറങ്ങാൻ പറ്റും. ഇവിടെയൊക്കെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ. ഇവിടെ ബസ് സ്റ്റോപ്പ് ഇല്ല. വേണ്ട മൂപ്പരാക്കി തരില്ലേ? മഞ്ഞിലേ മഞ്ഞ് കളിച്ചു പിന്നെ എടുക്കാം. വന്ന ആദ്യം മൂപ്പര് പെരിക്കോ അങ്ങനെ നമ്മൾ നടന്നോണ്ടിരിക്കാണ്. അതെ നോക്ക് അവിടെ കുതിര ജീവനുണ്ടോ ഇതിന്? പാവലേ ഇതിലേ പോവാ? നമുക്ക് എങ്ങനെ ബജ്ജരിച്ച് പോയിക്കടാ ആദ്യം മൂപ്പരിപ്പം. ഞാനങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. ഞാൻ ഇതിലാണ് ആംബുലൻസ് ഫ്ലീക്ക് ചെയ്തതേ. ഇതിലെങ്ങനെ പോവാണോ? ഇതിലും ഇതിലൊക്കെ ഞാൻ ചെയ്തിരുന്നു. ഇവിടെ എപ്പോഴും ഓരോ മൃഗങ്ങളൊക്കെ ഉണ്ടാവും ഈ കാട്ടില്. ഞങ്ങളേക്കാരം രാവിലെ വരിക. അപ്പൊ ഈ റോഡ് ആകെ മഞ്ഞേക്കാരം. അപ്പൊ അതിലുണ്ടാവും കാലടിപ്പാടാളെ മൃഗങ്ങളെ. അപ്പൊ ഇവിടെ മൃഗങ്ങൾ ഉണ്ടല്ലേ? ഈ കുറുക്കന് അങ്ങനത്തതൊക്കെ. മിഞ്ഞ് തിരിച്ചു പോകുമ്പോ കുറുക്കനൊക്കെ ഉണ്ടാവും. ചെലപ്പോ മൂപ്പരാക്കി തരില്ല നമ്മളെ? അറിയില്ല. വീഡിയോയിലൊക്കെ ഇവിടെ മുയലൊക്കെ നല്ലോണ്ട്. കാട്ടുമുയല് മലമുയല്. എന്നിട്ട് എന്റെ ഒപ്പം വന്ന ടീച്ചർ പറയേ എന്താ ഇവിടെ മൃഗങ്ങള് പോയിക്കണ് നമ്മളെ പേടിയൊന്നുമില്ല. ഞാൻ എന്റെ മുന്നിൽ കിട്ടാൻ കണ്ടെന്ന് പത്തട്ടെ. എന്തിന്? ഒരു കാര്യം എന്തിനാ ഒന്നിനുമില്ല. എന്തുകൊണ്ടാ ആദ്യം ഈ കണ്ണൊത്ത് പിടിച്ചാ? എന്തിനാ എങ്ങനെ പിടിച്ചാ? കൊന്തിച്ച് കണ്ണെന്ന് കേട്ടല്ലോ. ഇഷ്ടൊന്നുമില്ല. മൂപ്പര് അവിടെ എത്തിയ മൂപ്പര് പറഞ്ഞീന് എന്തോ ഒരു ഗിഫ്റ്റ് മൂപ്പര് പ്ലാൻ ചെയ്തിരിക്കണം. സത്യത്തില് ഇവിടെ ഈ കാണാന് മൂപ്പരാണ് ഓളെ കണ്ണ് മത്തിക്കൊണ്ടിരാണ്. സത്യത്തില് എനിക്കല്ലേ കണ്ണൊത്തിക്കൊണ്ടിരാ നിക്കണ്. വലിപ്പല്ലാത്തൊരു ടവലും നോക്ക്. ഞാൻ മസ്കാര കിടക്കുന്നുണ്ട്. മസ്കാരൊക്കെ പെരക്കട്ടെ. നോക്ക് എന്റെ കണ്ണ് തുറന്നു. ഗൈസ് അങ്ങനെ നമ്മളെ പൊണ്ടാട്ടിനെ കച്ചുപിടിച്ച് വാ. എങ്ങട്ടാണ്?
ഒരു സ്ഥലത്തേക്ക്. മൂപ്പരെ പരീക്കൊന്നല്ല നോണ പറയാണോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല കൈസ്, ഓൻ പറഞ്ഞതാണ് മൂപ്പര് വിളിച്ചിക്കണ്. അല്ല അങ്ങട്ട് തന്നെയാണ്. ഓക്കെ ഞാൻ കൈ അടിച്ചു വാ. എന്നാലും മൂപ്പര് എന്താ അവിടെ നിക്കണ്ട് കേട്ടോ. ഇന്റെ മറ്റേ കജ്ജെന്നാ ഓ ഇങ്ങനെ ഫുൾ സ്റ്റാൻഡേർഡ് ആയി ഞാൻ ജിന്റെ കൈ പിടിച്ച് ഇന്റെ ഒപ്പം നടക്കും. അച്ഛനെ നോക്കി ഞാൻ അവിടെ ഇട്ടാണ് പോട്ടോ. ആ ഇത് എന്നെ കണ്ണോണ്ട് കണ്ണ് കുത്തല്ലേ. നോക്കിയപ്പോ ആട്ടോ ആൾക്കാർ കരുതും ഞാൻ തട്ടിക്കൊണ്ടാകാൻ. എടി റോഡാണിത്. ബാവ് റബ്ബേ ബാവ് ബാവ് ഐസ് കണ്ടോനെ ഇങ്ങോട്ട് വാവ്. ഞാൻ പൊടിച്ചിക്കണ് വാവ്. ഞാൻ പൊടിച്ചിരുന്നു വാവ്. ഐസല്ലത് പഠിച്ചോനെ ഇങ്ങോട്ട് വാവ്. ഹൈ എന്റെ കജ്ജുടിച്ച് വന്നാ മതി. ഞാൻ ഇല്ല ബുഗൂല വീണാ തന്നെ എന്താ എന്നിട്ട് വാവ്. ആദ്യം ഞാൻ ചവിട്ടട്ടെ എന്നിട്ട് ചവിട്ടിയാ മതി. നല്ല സ്ഥല. ഇല്ല 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 വാ വാ വാവ് വാവ് വാവ്. ഇത് മഞ്ഞല്ലത്, ഇതാണ് റോഡ്. മൂപ്പര് വരെ എത്താനായിട്ടോ. നോക്കട്ടോ. ആ ശ്രദ്ധിച്ച് നടക്കട്ടോ. മീ അങ്ങനെയൊന്നും പറയല്ലേ, പേടിപ്പിച്ചല്ലേ. കൊറച്ച് കഴിഞ്ഞിട്ട് കെട്ടിയാ പോലെ. അങ്ങനെ കുണ്ടിലല്ല എന്താണ് മൂപ്പര് ചളിയാണ് കേട്ടോ. ഇവിടക്ക് മൂപ്പര പേരെത്തി ആയിട്ടില്ലട്ടോ ഞാൻ പറയുമ്പോ. അന്റെ വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞിക്ക്. അതെന്റെ വലുത്. അന്ന വലത്തെ ഭാഗത്തേക്ക് തിരി. ഒന്നുകൂടി തിരി. ആ അങ്ങനെ ഒന്നോ. ഞാൻ പറയുമ്പോ തിരിഞ്ഞാ മതിട്ടോ. ആ വലിയതാ. ആ തിന്നാൻ പറ്റണ തിന്നും ചെയ്യാ. കുറച്ച് ഇങ്ങോട്ട് വാ, കുറച്ച് വലത്തെ ഭാഗത്തേക്ക് വാ. വലുത് അത് വലുതാ. സോറി ഇടത്തെ ഭാഗത്തേക്ക് വാ. ഇടത്തെ ഭാഗത്തേക്ക് ഒന്നുകൂടി വന്നോ. ഇനി ഞാൻ പറയുമ്പോ കേട്ടോ. തിരിഞ്ഞിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിക്ക്. എന്നിട്ട് നിക്ക്. അവിടെന്നോ ഞാൻ പറയുമ്പോ അഞ്ഞു തിരി. പൂവന്നില്ല എന്ന് പറയാൻ നിക്കരുത്. കേക്കുണ്ടോ? എന്ത് അങ്ങനെ നമ്മള് പൂ കൊടുത്തു. ഇനി വാലന്റൈൻസ് ഡേ അല്ല, ഇനി പൂവിട്ടില്ല എന്ന് പറയുന്നത് ഒരിക്കലും. എന്ത് കഴിഞ്ഞു ഈ മഞ്ഞത്തിന് തണുത്തിട്ട് നല്ല തണുപ്പാണ്. ഗൈസ് എനിക്ക് പൂ കിട്ടി ഗൈസ്. വാലന്റൈൻസ് ഡേക്ക് എന്താ പറയാ ലൊക്കേഷൻ
നല്ല അടിപൊളി രസമാണ്. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് പറയല്ലേ വാലന്റൈൻസിലേക്ക് ഇങ്ങനെ പൂവൊക്കെ കൊടുക്കുക guys. ഒരു പൂവെങ്കിലും നിങ്ങള് ഇല്ലേ അപ്പൊ ചളിയ പ്രശ്നമല്ല. നല്ല നല്ല 916 നല്ല 916 മഞ്ഞാട്ടോ. ഇത് നമുക്ക് എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കടാ ഇതില് മുക്കാൻ നിക്കണ്ട. ആ ചളിയ ജാക്കറ്റിൽ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പൊ എത്ര ഉള്ളൂ. അപ്പൊ പിന്നെ കാണാം. ബൈ. അടങ്ങിക്ക് പോവാ ഗൈസ്. ഇതാട്ടോ ഇവിടുത്തെ സ്ഥലം. ഇനി ഷാക്കന്റെ പേരൊന്നുമില്ല. സാരൊക്കെ എടുത്ത് പോവുക. അപ്പൊ ഞങ്ങള് ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ.